സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലിയദഉന അഖ്വാമുൻ ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്. ജുമുഅ ഉപേക്ഷിക്കുന്ന ആളുകൾ അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അവർക്കത് അവസാനിപ്പിക്കലാണ് നല്ലത്. ഔല യഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം. ജുമുഅ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവരെ ഹൃദയത്തിൽ അല്ലാഹു സീലടിക്കും. അല്ലാഹു സീലടിക്കുക എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ ഒരു കല പ്രത്യക്ഷപ്പെടും എന്നല്ല, ശരീരത്തിൽ ഒരു മുഴ വരും എന്നല്ല, മാരക രോഗം പിടിപെടും എന്നല്ല, അവന്റെ ബിസിനസ്സും അവന്റെ സമ്പത്തും തകർന്നു പോകും എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സീലടിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഅ്മിനീങ്ങളെ നിങ്ങൾക്കറിയുമോ, ആ മനുഷ്യൻ പിന്നീട് ഒരിക്കലും നന്മ കേൾക്കുകയില്ല, നന്മ അനുസരിക്കുകയില്ല. ഏത് പണ്ഡിതൻ പറഞ്ഞാലും, ഖതീബ് പറഞ്ഞാലും, മാതാപിതാക്കൾ പറഞ്ഞാലും, ആരുപദേശിച്ചാലും ആ മനുഷ്യൻ പിന്നെ ഉൾക്കൊള്ളുകയില്ല. ഇതാണ് ഒരു മനുഷ്യനെ അല്ലാഹു സീലടിക്കും എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരിക്കലും ജുമുഅ നഷ്ടപ്പെടുത്തിക്കൂടാ. കൊറോണ വന്നതോടുകൂടി ചിലരൊക്കെ ജുമുഅയിൽ അലംഭാവം കാണിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമല്ല എന്ന് ചിലരോ ധരിച്ചിട്ടുണ്ട്. ഇന്ന് മുസ്ലിം സമുദായത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക മൂല്യശോഷണങ്ങളും അധാർമികതകളും ജീർണതകളും അതിന് കാരണം ഈ ജുമുഅയിൽ കാണിക്കുന്ന അലംഭാവമാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി റഹ്മത്തുള്ളാഹ് ഹിജ്റ 505 വഫാത്തായ മഹാനാണ് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബൂ ഹാമിദുൽ ഗസാലി. ആ ഗസാലി ഇമാം ലോകത്തോട് വിട പറഞ്ഞിട്ട് ഏകദേശം 1000 കൊല്ലമായി. 1000 കൊല്ലത്തോളമായി ഗസാലി ഇമാം ലോകത്തോട് വിട പറഞ്ഞിട്ട്. പക്ഷേ ഈ കാലമത്രയുള്ള പണ്ഡിതന്മാര് ഏകോപിച്ച് പറയുന്നുണ്ട്, ഗസാലി ഇമാമിനെ പോലത്തൊരു പണ്ഡിതൻ പിന്നെ ലോകത്ത് വന്നിട്ടില്ല. സർവ വിഷയത്തിലും സർവ വിജ്ഞാനത്തിലും അവഗാഹം നേടിയിട്ടുള്ള, എത്തിപ്പിടിക്കാത്ത മേഖലകളില്ല. ആ ഗസാലി ഇമാമിനോട് തുല്യമുള്ള ഒരു പണ്ഡിതൻ പിന്നെ ജനിച്ചിട്ടില്ല. 55 വയസ്സ് ജീവിച്ച ഗസാലി ഇമാം അവിടുന്ന് പറഞ്ഞത് കാണാം, ഈ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് ആദ്യമായിട്ട് ശോഷണം സംഭവിച്ചത്, ജീർണതകൾ വന്നത്, ഉമ്മത്ത് നശിക്കാൻ തുടങ്ങിയത്, ഉമ്മത്ത് തകരാൻ തുടങ്ങിയത്, ഉമ്മത്ത് കേടുവരാൻ തുടങ്ങിയത് ഈ ജുമുഅ നിസ്കാരത്തിന് അലംഭാവം കാണിച്ചത് മുതൽക്കോ, നേരത്തെ ജുമുഅയ്ക്ക് വരുന്ന സംവിധാനം നിന്നത് മുതൽക്കോ. നമ്മുടെ കുട്ടിക്കാലം ഒരു 10-40 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പള്ളികളിൽ സുബ്ഹാനല്ലാഹ് 10-12 വയസ്സുള്ള സമയത്ത്
മുതഅല്ലിമാകുമ്പോ ഉറുദി പറയാൻ പള്ളികളിൽ ചെല്ലുമ്പോൾ രാവിലെ 8 മണി സമയത്തൊക്കെ പള്ളിയിൽ ഉറുദിക്കെത്തിയിരുന്നു. എന്നെ പോലത്തെ മുതഅല്ലിമീങ്ങള് അന്ന് 8 മണിയായാൽ 9 മണിയായാൽ ജുമുഅക്ക് വന്നിരിക്കുന്ന 100 കണക്കിന് മുഅ്മിനീങ്ങളാ. കേരളത്തിലും കർണാടകയിലുമൊക്കെയുള്ള 90% പള്ളികളിലും 11 മണിയാകുമ്പോഴേക്ക് പള്ളിയുടെ അകത്തെ പള്ളിയൊക്കെ ഫുള്ളാ, ആളുകൾ നിറഞ്ഞു കവിയുകയാ. അതേ സമയത്ത് എന്റെ പ്രഭാഷണം കേട്ട് പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, അഭിപ്രായം വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് മുഅ്മിനീങ്ങളോട് മരിച്ചു പോകണ്ടേ, ഖബറിൽ കിടക്കണ്ടേ, രക്ഷപ്പെടണ്ടേ, ഈമാന് വേണ്ടേ, ഇസ്ലാം വേണ്ടേ? ഞാൻ ചോദിക്കുന്നു, അല്ലാഹ് 12 മണി ജുമാ നിസ്കാരത്തിന് വാങ്ങി വിളിക്കുന്നത് വരെ ഒട്ടുമിക്ക പള്ളികളിലും 40 ആളുകൾ തികയലില്ല. പള്ളി കമ്മിറ്റി ഭാരവാഹികളാണെങ്കിലും സംഘടനാ രംഗത്ത് സജീവ സാന്നിധ്യമുള്ളവരാണെങ്കിലും SYS പോലുള്ള അതേ കേരള മുസ്ലിം ജമാഅത്ത് പോലെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ സംഘടനാ രംഗത്ത് ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകരാണെങ്കിൽ പോലും വാങ്ങി വിളിക്കുന്നതിന്റെ അരമണിക്കൂറെങ്കിലും പള്ളിയിലെത്തലില്ല, ജുമുഅക്ക് എത്തലില്ല. കൃത്യമായി ഒരു അൽ-കഹ്ഫ് സൂറത്ത് പോലും ഓതലില്ല. വെള്ളിയാഴ്ച ദിവസം പോലും ഒരു 300 സ്വലാത്ത് ചൊല്ലി തീർക്കലില്ല. അല്ലാഹ് അല്ലാഹ് സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ഓർക്കലില്ല, ചിന്തിക്കലില്ല. വഅദ് പറയാൻ എന്തൊരെളുപ്പം, അത് കേൾക്കാൻ എന്തൊരെളുപ്പം, അത് സംഘടിപ്പിക്കാൻ എന്തൊരെളുപ്പം. മോനെ മുസ്ലിമേ, തീരുമാനിക്കുമോ, തീരുമാനമെടുക്കുമോ, പ്രതിജ്ഞ ചെയ്യുമോ? നാടിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, പലതിനും വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നാട് നിർമ്മിക്കുന്നതിന് വേണ്ടി, രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി, പലതിനും വേണ്ടി ഞങ്ങൾ സന്നദ്ധരാ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ പ്രതിജ്ഞ ചെയ്യലില്ലേ? സുൽത്താനുൽ ഉലമ പോലത്തെ ഉസ്താദുമാര് ചൊല്ലിത്തരാറില്ലേ? ഏറ്റു പറയാറില്ലേ? നമ്മൾ പ്രവർത്തിക്കാറില്ലേ? അല്ലാഹ് കബൂലാക്കട്ടെ. അതേ സമയത്ത് ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? തന്റെ ഇടമുണ്ടോ നിങ്ങൾക്ക്? ആവേശമുണ്ടോ? ഈമാനുണ്ടോ? ഇന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ അരമണിക്കൂർ നേരത്തെയെങ്കിലും പള്ളിയിലെത്തുമെന്ന് ഒന്ന് കൈപിടിച്ച് പ്രതിജ്ഞ ചെയ്യാ. എല്ലാ വെള്ളിയാഴ്ചയും അൽ-കഹ്ഫ് സൂറത്ത് ഓതുമെന്ന് പ്രതിജ്ഞ ചെയ്യാ. ഈ ഉമ്മത്തിന് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്, എന്തൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മാനവികത പഠിപ്പിച്ചതാരാ? ജീവകാരുണ്യത്തിന്റെ ഗുണം പഠിപ്പിച്ചതാരാ? നമ്മളെ ഈ രൂപത്തിൽ ഉയർത്തിയതാരാ? നമുക്ക് സർവവും പഠിപ്പിച്ചതാരാ? ഹബീബ് റസൂലുള്ളാഹ്.
റസൂലുള്ളാഹിക്ക് ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും അതേ ഒരു 100 സ്വലാത്ത് ഒരു 300 സ്വലാത്ത് ചൊല്ലി തീർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ അതേ പല പ്രതിജ്ഞയും ചെയ്യും പോലെ ഒന്ന് പ്രതിജ്ഞ ചൊല്ലാൻ ധൈര്യമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ടോ? അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തിനൊക്കെ നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്?